കണ്ണൂരിൽ നൃത്ത മത്സരം 3ാം ക്ലസ്റ്ററിലേക്ക് അപേക്ഷിക്കാം. സിംഗിൾ ഗ്രൂപ്പ് ഇനങ്ങളിലായി നൃത്തരൂപങ്ങൾ. വിജയികളെ കാത്തിരിക്കുന്നു. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. നമസ്കാരം, ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. മുംബൈയെ മുക്കി മഴ, പ്രധാന റോഡുകളടക്കം അടച്ചു. നാളെയും റെഡ് അലർട്ട്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിന് സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം എന്ന വ്യവസ്ഥയുണ്ട്. നടന്നത് ആലോചിച്ച് ഉറപ്പിച്ച കച്ചവടം. പിണറായി വിജയൻ. കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ക്രമക്കേട്, കോൺഗ്രസ് നേതാവ് സുധീർ കുമാർ അറസ്റ്റിൽ. സുഗതൻ അകത്ത് തന്നെ, 2 കേസുകളിൽ ജാമ്യ അപേക്ഷ തള്ളി. KPCCക്ക് അഡ്ഹോക് പ്രസിഡന്റിന്റെ ആവശ്യമില്ല, വിമർശനവുമായി മുല്ലപ്പള്ളി. ജൂൺ മഴ കേരളത്തിൽ ഓരോ വർഷവും 1.4 മില്ലിമീറ്റർ കുറയുന്നു. ഇത്തവണ 34% വ്യത്യാസം. ആരോഗ്യ സർവകലാശാലയിൽ SFI മുന്നേറ്റം, അരാഷ്ട്രീയ കോട്ടകൾ തകർത്തു. നൃത്തമത്സരം കണ്ണൂരിൽ 3ാം ക്ലസ്റ്ററിന് അപേക്ഷിക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പരിശീലനം കണ്ണൂരിൽ. സെൻസസ് വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ഫീൽഡ് പരിശീലനം. സെൻസസിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ പ്രിൻസിപ്പൽ ഫീൽഡ് ഓഫീസർ വീടുകൾ സന്ദർശിച്ചു. എന്യൂമറേറ്റർ വിവരശേഖരണം തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് ജില്ലയിലെ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസറായ ജില്ലാ കളക്ടർ P. വിഷ്ണുരാജ് സെൻസസ് പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ നേരിട്ടിറങ്ങിയത്. തളിപ്പറമ്പ് നഗരസഭയിലെ അള്ളാംകുളം വാർഡിലെ വീട്ടിലാണ് ശനിയാഴ്ച രാവിലെ സെൻസസ് പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ ജില്ലാ കളക്ടർ എത്തിയത്. തളിപ്പറമ്പ് നഗരസഭ സെക്രട്ടറി KP സുബൈർ, സ്റ്റാറ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ വീണ PS, മറ്റ് ജീവനക്കാർ എന്നിവർ കൂടെ ഉണ്ടായിരുന്നു. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിന് സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം എന്ന് വ്യവസ്ഥയുണ്ട്. നടന്നത് ആലോചിച്ച് ഉറപ്പിച്ച കച്ചവടമെന്ന് പിണറായി വിജയൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റത്തിനാണ് സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം എന്ന വ്യവസ്ഥയുണ്ടെന്നും നിലവിൽ നടന്നിട്ടുള്ളത് ആലോചിച്ച് ഉറപ്പിച്ച് കച്ചവടമാണെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒറ്റയ്ക്ക് കൂട്ടായ 25% മുകളിൽ ഓഹരി കൈമാറുന്നതിന് മുൻകൂർ അനുമതി വേണം. സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ അദാനിക്ക് ഓഹരി കൈമാറാൻ കഴിയില്ല എന്ന് കരാറിലുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി തേടുക എന്നത് കേവലമായ ഒരു സാങ്കേതികതയല്ല. ഇത്തരമൊരു കൈമാറ്റത്തിന്റെ ആവശ്യകത പരിശോധിക്കാൻ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ട്. അദാനിക്ക് എങ്ങനെ സർക്കാരിനെ അറിയിക്കാതെ ഓഹരി കൈമാറ്റം നടത്താനുള്ള ധൈര്യം കിട്ടി എന്നും അദ്ദേഹം ചോദിച്ചു. ഇതൊക്കെ ലംഘിച്ചാണ് കൈമാറ്റം നടന്നിട്ടുള്ളത്. 49% ഓഹരിയാണ് ഇപ്പോൾ കൈമാറിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ അദാനി ഗ്രൂപ്പിനെ രക്ഷിക്കാൻ വഴിവിട്ട സഹായം നൽകുമോ എന്നാണ് ഇനി പരിശോധിക്കാനുള്ളത്. മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തിട്ടും വകുപ്പ് വിഭജനം നീണ്ടുപോയത് ധനം, തുറമുഖം, നിയമം എന്നീ വകുപ്പുകൾ വിട്ടുകൊടുക്കലെന്ന മുഖ്യമന്ത്രിയുടെ വാശിയായിരുന്നു. തുറമുഖവും നിയമവും വിട്ടുകൊടുക്കണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം തള്ളിയ സതീശൻ മുഖ്യമന്ത്രി എന്ന വിവേചന അധികാരം ഉപയോഗിച്ചാണ് വകുപ്പുകൾ വിഭജിച്ചത്. മുഖ്യമന്ത്രിമാർ ഇത്രയും പ്രധാന വകുപ്പുകൾ ഒരുമിച്ച് വഹിക്കുന്ന രീതി മുമ്പുണ്ടായിട്ടില്ല. ഉദ്യോഗസ്ഥ തലത്തിലായിരുന്നു പിന്നീടുള്ള ഇടപെടൽ. തനിക്ക് വേണ്ടപ്പെട്ടവരെ മർമ്മപ്രധാന സ്ഥാനങ്ങളിൽ നിയോഗിച്ചു. തടസ്സമുണ്ടാകാതെ എന്ന് കരുതിയവരെ നീക്കി. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ച രത്തൻ കേൽക്കറെ തന്നെ തുറമുഖ സെക്രട്ടറിയുമാക്കി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നേതൃത്വത്തിൽ ദിവ്യ S. അയ്യരെ നീക്കി. താരതമ്യേന ജൂനിയറായ ജൊറാമിക് ജോർജിനെ CMD ആക്കി. തുടർന്നാണ് ഓഹരി വിൽപ്പനയ്ക്ക് അദാനി നീക്കം തുടങ്ങിയത്. ജൂൺ 29 സെബിക്ക് കത്തയച്ചിട്ടും താൻ അറിഞ്ഞില്ലെന്ന് തുറമുഖ വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പറയുന്നത് വിശ്വസനീയമല്ല. ഇത് ശരിയല്ലെന്ന് അദാനി ഗ്രൂപ്പിന്റെ പ്രതികരണം നിന്ന് വ്യക്തം. UDF സർക്കാരിന്റെ ധവളപത്രവും ബജറ്റും സ്വകാര്യവൽക്കരണ ഭീഷണി ഉയർത്തുന്നതാണെന്ന LDF വിമർശനം ശരിവയ്ക്കുന്നതാണ് സർക്കാരിന്റെ ഓരോ നടപടികളുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ആരോഗ്യ സർവകലാശാലയിൽ SFI മുന്നേറ്റം, അരാഷ്ട്രീയ കോട്ടകൾ തകർത്ത്. സംസ്ഥാനത്തെ ആരോഗ്യ സർവകലാശാല കീഴിലെ കോളേജുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ SFIക്ക് ഉജ്ജ്വല വിജയം. നോമിനേഷൻ പൂർത്തീകരിച്ചപ്പോൾ തന്നെ വിവിധ ക്യാമ്പസുകളിൽ SFI വിജയം ഉറപ്പിച്ചിരുന്നു. 12-ൽ 7 മെഡിക്കൽ കോളേജുകളിലും SFI യൂണിയൻ നേടി. മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളെ കൂട്ടുപിടിച്ചും അക്രമങ്ങൾ അഴിച്ചുവിട്ട് ക്യാമ്പസുകളെ കലാപഭൂമിയാക്കുന്ന KSU വലതുപക്ഷ ഫാസിസ്റ്റ് ക്രിമിനൽ സംഘങ്ങൾക്ക് ഏറ്റ കനത്ത തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് SFI സംസ്ഥാന കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. 23 വർഷങ്ങൾക്ക് ശേഷം കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SFI പിടിച്ചെടുത്തു. 4 വർഷങ്ങൾക്ക് ശേഷം മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജും 2 വർഷങ്ങൾക്ക് ശേഷം കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, ചരിത്രത്തിൽ ആദ്യമായി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്
തുടർച്ചയായി എതിരില്ലാതെ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കൊല്ലം മെഡിക്കൽ കോളേജ്, ആലപ്പുഴ TT മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ സംസ്ഥാനത്തെ ആരോഗ്യ സർവകലാശാലയ്ക്കുള്ള ഭൂരിപക്ഷം കോളേജുകളിലും SFI തിളക്കമാർന്ന വിജയം നേടി. കോട്ടക്കൽ ആയുർവേദ കോളേജിൽ മുഴുവൻ സീറ്റിലും SFI വിജയിച്ചു. സിമെറ്റ് കോളേജ് വർക്കല KSUവിൽ നിന്ന് തിരിച്ചുപിടിച്ചു. നേമം വിദ്യാധിരാജ കോളേജിൽ SFI വിജയിച്ചു. SFI ഉജ്ജ്വല വിജയം സമ്മാനിച്ച വിദ്യാർത്ഥികളെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി PS സഞ്ജീവ്, പ്രസിഡന്റ് M ശിവപ്രസാദ് എന്നിവർ അഭിവാദ്യം ചെയ്തു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യൂണിയൻ തിരിച്ചുപിടിച്ച SFI, UDSFന് വൻ തോൽവി. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യൂണിയൻ SFI തിരിച്ചുപിടിച്ചു. കഴിഞ്ഞ 2 വർഷമായി യൂണിയൻ ഭരിച്ചിരുന്ന MSF KSU സഖ്യത്തെ പരാജയപ്പെടുത്തി 16-ൽ 11 സീറ്റ് നേടിയാണ് SFIയുടെ മിന്നൽ ജയം. ജോയിന്റ് സെക്രട്ടറി, മാഗസിൻ എഡിറ്റർ, സ്പോർട്സ് സെക്രട്ടറി, UEC PG, UEC UG, PG റെപ്രസെന്റേറ്റീവ്, 2021, 22, 23, 24, 25 ബാച്ച് റെപ്രസെന്റേറ്റീവ് എന്നിവ SFI നേടി. ജോയിന്റ് സെക്രട്ടറി വിചിത്ര പത്മനാഭൻ, മാഗസിൻ എഡിറ്റർ C നന്ദിത, സ്പോർട്സ് സെക്രട്ടറി PV നവീൻ വിനോദ്, UEC PG ഡോക്ടർ R ശ്രീകുട്ടൻ, UEC UG അജ്മൽ താഹ, PG റെപ്രസെന്റേറ്റീവ് R നിതിൻ, 2021 ബാച്ച് റെപ്രസെന്റേറ്റീവ് RS വിനീത്, 2022 ബാച്ച് റെപ്രസെന്റേറ്റീവ് ഷാരൂഖ് സച്ചി, 2023 ബാച്ച് A മഹിനാഥ്, 2024 ബാച്ച് നേഹ നസ്രീൻ, 2025 ബാച്ച് CP അർജുൻ എന്നിവരാണ് SFI പാനൽ വിജയിച്ചത്. ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ ഉജ്ജ്വല വിജയമാണ് SFIക്ക് നേടിയത്. ജൂൺ മഴ കേരളത്തിൽ ഓരോ വർഷവും 1.4 മില്ലിമീറ്റർ കുറയുന്നു. ഇത്തവണ 34% വ്യത്യാസം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ജൂൺ മാസത്തിൽ സംസ്ഥാനത്ത് ഏകദേശം 34% മഴയുടെ കുറവ് രേഖപ്പെടുത്തി. പസഫിക് സമുദ്രത്തിലെ എൽനിനോ പ്രതിഭാസം ശക്തിപ്പെടുന്നതാണ് ഇത്തവണ പൊതുവെ കാലവർഷം ദുർബലമാകാൻ പ്രധാന കാരണമായി നിരീക്ഷിക്കപ്പെടുന്നത്. ബംഗാൾ ഉൾക്കടലിലോ അറബിക്കടലിലോ ഈ സീസണിൽ ശക്തമായ ന്യൂനമർദ്ദങ്ങളോ ചക്രവാത ചുഴികളോ രൂപപ്പെടാതിരുന്നതും മേഘങ്ങളുടെ സാന്നിധ്യം കുറച്ചു. എന്നാൽ കേരളത്തിൽ ജൂൺ മഴ സ്ഥിരമായി കുറയുകയാണെന്ന് IMD ഡാറ്റ വിശകലനം വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് ജൂണിൽ മഴ കുറവ് ഒരു ദീർഘകാല പ്രതിഭാസമാവുകയാണ്. ഇന്ത്യയിലെ ആകെ മഴക്കുറവിന് കാരണം താൽക്കാലികമായി കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ആണെങ്കിൽ കേരളത്തിൽ ജൂൺ മാസത്തിൽ ലഭിക്കുന്ന മഴയുടെ കുറവ് ഒരു ദീർഘകാല പ്രതിഭാസത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. കേരളത്തിലെ ജൂൺ മാസത്തെ മഴക്കുറവ് എൽനിനോ കൊണ്ട് മാത്രം ഉണ്ടായതല്ല, മറിച്ച് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലധികമായി തുടരുന്ന ഘടനാപരമായ മാറ്റമാണ് എന്നാണ് ഡാറ്റകൾ വ്യക്തമാക്കുന്നത്. ഓരോ വർഷവും ജൂൺ മാസത്തിൽ ലഭിക്കുന്ന മഴയിൽ ശരാശരി 1.4 മില്ലിമീറ്റർ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. 1901-നും 2026-നും ഇടയിൽ ജൂൺ മാസത്തെ ശരാശരി മഴയിൽ 175 മില്ലിമീറ്ററോളം കുറവുണ്ടായി. പണ്ടത്തെ ദീർഘകാല ശരാശരി 647.3 മില്ലിമീറ്റർ ആയിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജൂൺ മാസം സാധാരണയായി 600 മുതൽ 800 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചിരുന്നു. എന്നാൽ 1960-കളോടെ ജൂൺ മാസത്തെ മഴ സ്ഥിരമായി 600 മില്ലിമീറ്ററിന് താഴേക്ക് പതിക്കാൻ തുടങ്ങി. മഹാപ്രളയത്തിന് കാരണമായ 2018 ജൂൺ മാസത്തിൽ 751.5 മില്ലിമീറ്റർ മഴ ലഭിച്ചിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 8 വർഷത്തിനിടെ ഒരേയൊരു തവണ മാത്രമാണ് ജൂണിൽ മഴ 600 മില്ലിമീറ്റർ കടന്നത്. 2025-ൽ 620.4 മില്ലിമീറ്റർ. ജൂണിലെ കുറവ് നികത്താൻ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അതിശക്തമായ മഴ പെയ്യുന്ന രീതിയിലേക്ക് കേരളം മാറുകയാണ്. ഇത് പ്രളയ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മേൽമണ്ണിന്റെ ഘടന മാറാനും ഫലഭൂയിഷ്ടി നഷ്ടമാനും ഇത് ഇടവെക്കും. KPCCക്ക് അഡ്ഹോക് പ്രസിഡന്റിനെ ആവശ്യമില്ല, വിമർശനവുമായി മുല്ലപ്പള്ളി. പുതിയ KPCC അധ്യക്ഷനെ നിർബന്ധമായും കണ്ടെത്തണമെന്നും KPCCക്ക് അഡ്ഹോക് പ്രസിഡന്റിനെ ആവശ്യമില്ലെന്നും മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. മന്ത്രിസ്ഥാനം ഏറ്റെടുത്തിട്ടും സണ്ണി ജോസഫ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് വരുമ്പോഴാണ് മുല്ലപ്പള്ളിയുടെ വിമർശനം. കോൺഗ്രസിൽ ഒരാൾക്ക് ഒരു പദവി മതി, എല്ലാം ഒരാൾക്ക് തന്നെ നൽകേണ്ടതില്ല, മുഴുവൻ സമയ പ്രസിഡന്റിനെയാണ് വേണ്ടത്, അല്ലാതെ അഡ്ഹോക് കമ്മിറ്റി പ്രസിഡന്റിനെ ആവശ്യമില്ല. 24 മണിക്കൂറും പാർട്ടിക്ക് വേണ്ടി രാവും പകലും വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന ആളാകണം പ്രസിഡന്റ്. തന്റെ അഭിപ്രായം ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. KPCC പ്രസിഡന്റ് സ്ഥാനത്തിനായുള്ള ഫൈനൽ യുദ്ധം ജോസഫ് വാഴക്കനും കൊടിക്കുന്നം സുരേഷും തമ്മിലെന്ന് സൂചന. ഇരുവരും ഡൽഹിയിലെ അവസാന കരുനീക്കത്തിൽ ഇരട്ടപ്പദവി വിഷയം കൊടിക്കുന്നിലെയും മുഖ്യമന്ത്രി VD സതീശന്റെ നോമിനി എന്നത് വാഴക്കനെയും ബാധിച്ചേക്കും. KC വേണുഗോപാലിന്റെ നിലപാട് നിർണായകമാകും. നിയമസഭയിൽ സീറ്റ് നൽകാത്തപ്പോൾ നൽകിയ ഉറപ്പും ദീർഘകാലമായി പദവിയില്ലാതെ മാറുന്നതുമാണ് വാഴക്കൽ നിർത്തുന്ന കാരണം. ആഭ്യന്തര മന്ത്രിയും മുതിർന്ന നേതാവുമായ രമേശ് ചെന്നിത്തലയുടെ പിന്തുണയുമുണ്ട്. ദളിത് പ്രസിഡന്റ് വേണമെന്ന ദീർഘകാലത്തെ ആവശ്യം AICC പ്രസിഡന്റ് മല്ലിക അർജുൻ
ഖാർഗെ കണ്ട് അറിയിച്ചുവെന്ന് കൊടിക്കുന്നിൽ പ്രതികരിച്ചു. ദീർഘകാലമായി MP സ്ഥാനത്തുള്ള കൊടിക്കുന്നിലിന് സോണിയാഗാന്ധിയോടുള്ള അടുപ്പം തുണയാകും. സർക്കാരും പാർട്ടിയും യോജിച്ചു പോകാൻ സഹായമായ നിലപാട് എടുക്കാവുന്ന നിബന്ധനയോടെയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. ബജറ്റിന് ശേഷം മതി പുനഃസംഘടന എന്ന സതീശന്റെ അഭ്യർത്ഥന ഹൈക്കമാൻഡ് തള്ളിയിരുന്നില്ല. അടൂർ പ്രകാശ്, ബെന്നി ബെഹന്നാൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, ആന്റോ ആന്റണി എന്നിവരാണ് രംഗത്തുള്ള മറ്റ് MP മാർ. മാത്യു കുളനാടൻ MLA-യും നിയമസഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട VS ശിവകുമാറും T ചരചന്ദ്ര പ്രസാദും മോഹികളായുണ്ട്. MP-മാരെയും MLA-മാരെയും പരിഗണിക്കേണ്ടെന്നും മന്ത്രിസഭയിൽ വലിയ പ്രാതിനിധ്യമുള്ള ന്യൂനപക്ഷ സമുദായങ്ങളെ ഒഴിവാക്കാനും തീരുമാനിച്ചാൽ സമവാക്യം മാറും. വധശ്രമ കേസിൽ പ്രതിയായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ R. സുഗതന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത പോലീസുകാരെ ആക്രമിച്ച കേസിലും സുഗതന് ജാമ്യമില്ല. നെടുമങ്ങാട് 2ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ നിരസിച്ചത്. ഇപ്പോൾ കാപ്പ കേസിൽ VU സെൻട്രൽ ജയിലിലാണ് വാഴോട്ടുകാണം കൗൺസിലറായ സുഗതൻ. 4 വധശ്രമം ഉൾപ്പെടെ 19 കേസാണ് കൊടും ക്രിമിനലായ സുഗതന്റെ പേരിലുള്ളത്. കലാപശ്രമം, ലഹളയുണ്ടാക്കൽ, പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പൊതുയോഗങ്ങൾ ഭീഷണിപ്പെടുത്തി തടസ്സപ്പെടുത്തൽ തുടങ്ങിയ കേസുകളിലാണ് സുഗതനെതിരെ സിറ്റി കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടർ കാപ്പ ചുമത്തിയത്. വട്ടിയൂർക്കാവ്, നെടുമങ്ങാട് സ്റ്റേഷനിലായി വധശ്രമമടക്കം 19 കേസിൽ പ്രതിയാണ് ഇയാൾ. കാപ്പ ചുമന്നിട്ടും സ്റ്റേഷനിൽ ഹാജരാകാതെ ഒളിവിൽ പോയ പ്രതിയെ വീട് വളഞ്ഞ് ആകാശത്തേക്ക് വെടിയുതിർത്ത് സാഹസികമായാണ് വട്ടിയൂർക്കാവ് SHO വിപിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് കോർപ്പറേഷൻ LDF പ്രക്ഷോഭത്തിലാണ്. എന്നാൽ ഗുണ്ടയായ കൗൺസിലറെ സംരക്ഷിക്കുന്ന നിലപാടാണ് BJP ഭരണസമിതി സ്വീകരിക്കുന്നത്. കാപ്പ ചുമത്തിയതിലെ പോലീസ് റിപ്പോർട്ട് ജൂലൈ 21 ചേരുന്ന കാപ്പ ഉപദേശ ബോർഡ് പരിഗണിച്ച ശേഷമാകും തുടർ നടപടി സ്വീകരിക്കുക. കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി കമ്മക്കേട് കോൺഗ്രസ് നേതാവ് സുധീർ കുമാർ അറസ്റ്റിൽ. നിക്ഷേപ തുക തിരിച്ചുലഭിക്കാത്തതിനാൽ മനംനൊന്ത് തിരുവള്ളൂർ ചിരിയകണ്ടത്ത് ഇബ്രാഹിം കുട്ടി സുധീർ കുമാറിന്റെ വീട്ടിലെത്തി ജീവനൊടുക്കിയിരുന്നു. 1 മാസം മുമ്പാണ് മുൻ DCC സെക്രട്ടറിയും സൊസൈറ്റി ഭാരവാഹിയുമായ സുധീർ കുമാറിന്റെ പഴങ്കാവിലെ വീടിന് മുന്നിൽ വെച്ച് ഇബ്രാഹിം കുട്ടി ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. ലക്ഷങ്ങളുടെ നിക്ഷേപ തുക തിരിച്ചുലഭിക്കാത്തതിന്റെ മനോവിഷമത്തിലായിരുന്നു ആത്മഹത്യ. ഇബ്രാഹിം കുട്ടി ആജിയുടെയും ഭാര്യയുടെയും മക്കളുടെയും പേരിൽ സൊസൈറ്റിയിൽ നിക്ഷേപമുണ്ട്. സുധീർ കുമാറിനെ കണ്ട് പലതവണ പണം തിരികെ ആവശ്യപ്പെട്ടെങ്കിലും കിട്ടിയില്ല. ഇതിൽ മനംനൊന്താണ് ഇബ്രാഹിം കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബം പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ബാങ്കിലെത്തി പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വടകര പോലീസ് സുധീർ കുമാറിനെ അറസ്റ്റ് ചെയ്തത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പരിശീലനം കണ്ണൂരിൽ APJ അബ്ദുൽ കലാം ലൈബ്രറിയും ഹാപ്പിനെസ് ഫൗണ്ടേഷൻ ചേർന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഏകദിന പരിശീലനം നൽകുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് പുറമെ ChatGPT, ജെമിനി തുടങ്ങിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചും ക്ലാസ് ഉണ്ടാകും. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 40 പേർക്കാണ് അവസരം. ജൂലൈ 2ാം വാരം കണ്ണൂരിലാണ് ക്ലാസ്. സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, സംരംഭകർ തുടങ്ങിയ മേഖലയിലുള്ളവർക്ക് ഏറെ പ്രയോജനമുള്ളതാണ് ക്ലാസ്. രജിസ്ട്രേഷന് ഫോൺ 944 73 72 316. കണ്ണൂരിൽ നൃത്ത മത്സരം 3ാം ക്ലസ്റ്ററിലേക്ക് അപേക്ഷിക്കാം. സിംഗിൾ ഗ്രൂപ്പ് ഇനങ്ങളിലായി നൃത്തരൂപങ്ങൾ. വിജയികളെ കാത്തിരിക്കുന്നു. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഫെസ്റ്റിവൽ 3ാം ക്ലസ്റ്ററിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ജൂലൈ 3ാം വാരമാണ് മത്സരം. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 40 ടീമുകൾക്കാണ് അവസരം. നൃത്ത മത്സരത്തിൽ 10, 15, 16, 25, 20 മുകളിൽ പ്രായം എന്നീ കാറ്റഗറിയിലാണ് മത്സരം. സിംഗിൾ ഇനത്തിൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കേരള നടനം, നാടോടി നൃത്തം, കുച്ചിപ്പുടി, സിനിമാറ്റിക് ഡാൻസ് എന്നിവയിലും, ഗ്രൂപ്പിനത്തിൽ സംഘനൃത്തം, തിരുവാതിര, ഒപ്പന, കൈകൊട്ടിക്കളി, നാടൻപാട്ട്, ഗാനസദസ്, കോൽക്കളി, സിനിമാറ്റിക് ഡാൻസ് എന്നിവയിലാണ് മത്സരം. 2 ലക്ഷത്തോളം രൂപയുടെ സമ്മാനങ്ങൾ വിവിധ വിഭാഗങ്ങൾ നൽകും. കരോക്കെ, ഗാനാലാപനവും നടക്കും. സിംഗിൾ ഇനത്തിലും ഗ്രൂപ്പിനത്തിലും മത്സരം ഉണ്ടാകും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 944 73 72 316, 944 694 76 93 നമ്പറുകളിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കണ്ണൂർ കാൽടെക്സ് വലിയ വളപ്പുകാവ് റോഡിലെ ലൈബ്രറിയിലും പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.